അങ്ങനെ കഅബ പണിതതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല 27ാമത്തെ ആയത്തിലൂടെ പറയുന്നു വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാബിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് നീ ജനങ്ങളെ വിളിക്ക് വഅദ്ദിം നീ വിളംബരം ഫിന്നാസ് ജനങ്ങളോട് ബിൽ ഹജ്ജ് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ജനങ്ങളോട് നീ ആവശ്യപ്പെട്ട് വിളിക്ക് ജനങ്ങളെ വിളിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പഠിപ്പിക്കുകയാണ്. ഇതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഫിന്നാസി ജനങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹജ്ജിന് വേണ്ടി വിളിക്കാൻ പറഞ്ഞപ്പോൾ ജനങ്ങളോട് നീ അറിയിക്കുക എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു എങ്ങനെയാണ് അല്ലാഹ് എന്റെ ശബ്ദം ഇന്നത്തെ പോലെ വാട്സാപ്പില്ല ഫേസ്ബുക്കില്ല അതൊക്കെ അന്നുണ്ടെങ്കിൽ ഒറ്റടിക്ക് ഫോണില്ലല്ലോ നമുക്ക് എന്തെങ്കിലും സന്ദേശം അയച്ച് ലോകത്ത് അറിയിക്കുക. ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് എന്തെങ്കിലും സന്ദേശം ഉണ്ടെങ്കിൽ ഒരു മെയിൽ അയച്ചാൽ മതി, എല്ലായിടത്തും എത്തി. ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും ആ സന്ദേശം എത്തി. ഇല്ല, അന്നത്തെ കാലഘട്ടം അതൊന്നുമില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സംശയം എന്റെ ശബ്ദം ഞാൻ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കും? എനിക്കിപ്പോ ഒരാളോടല്ലേ പറയാൻ പറ്റുള്ളൂ, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരോട് ഞാനിപ്പോ എങ്ങനെ എത്തിക്കും? ഫഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് അലൈക്കൽ ആദാനു അലയ്യൽ ബലാഗ് നിന്റെ ഉത്തരവാദിത്തം എന്നുള്ളത് വിളിക്കുക എന്ന് മാത്രമാണ്. ഞാൻ നിന്നോട് പറഞ്ഞു അദ്ദിം ഫിന്നാസി ജനങ്ങളെ വിളിക്കാൻ പറഞ്ഞു, ബിൽ ഹജ്ജ് ഹജ്ജിന് വേണ്ടി ക്ഷണിക്കാൻ പറഞ്ഞു. വിളിക്കൽ മാത്രമാണ് നിന്റെ ഉത്തരവാദിത്തം. വഅലയ്യൽ ബലാഗ് അത് എത്തിക്കുക എന്നുള്ളത് എന്റെ ജോലിയാണ്. അതുകൊണ്ട് നീ വിളിക്കേ. ഫഖാമ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അലൽ മഖാം ഇദാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മഖാമിൽ കയറി നിൽക്കുകയാണ്. ഫർതഫഅൽ മഖാമു ഹത്താ സാറ കഅത്വലിൽ ജിബാൽ വലിയൊരു പർവ്വത രൂപത്തിലേക്ക് മഖാം മാറി. വലിയൊരു പർവ്വതമാണ് മഖാം. അതിലേക്ക് കയറി നിന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രണ്ട് വിരലുകളും ചെവിയിലേക്ക് വെച്ചുകൊണ്ട് ഇടത്തോട്ടും അതുപോലെ തന്നെ വലത്തോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒക്കെ തിരിഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉറക്കെ വിളിച്ചു പറയുകയാണ്. മഖാമിലേക്ക് കയറിയപ്പോൾ ആ ഇബ്രാഹിം നബി നിന്ന സ്ഥലമുണ്ടല്ലോ, ആ മഖാമുണ്ടല്ലോ, വലിയൊരു പർവ്വതമായിട്ട് മാറി. രണ്ട് വിരലുകളും ചെവിയിലേക്ക് വെച്ചിട്ട് വലത്തോട്ടും ഇടത്തോട്ടും അതുപോലെ തന്നെ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അലാ ഇന്ന റബ്ബക്കും ഖദ് ബനാ ബൈത, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ ഒരു ഭവനം നിർമ്മിച്ചിരിക്കുന്നു. നിങ്ങളുടെ റബ്ബ് ഇദാ ഒരു ഭവനം നിർമ്മിച്ചിരിക്കുന്നു. വകതബ അലൈക്കുമുൽ ഹജ്ജ ഇലൽ ബൈതി, ഇദാ ഹജ്ജ് എന്ന കർമ്മം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. ആ ഭവനത്തിൽ വന്നുകൊണ്ട് കഅബയുടെ സമീപത്ത് വന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിരിക്കുന്നു. ഫാജീബു റബ്ബക്കും, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജിന് വേണ്ടി വരുവിൻ, ഹജ്ജ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നാടിന് നിങ്ങൾ ഉത്തരം കൊടുക്കുവിൻ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞപ്പോൾ ഫഅജാബഹു കുല്ലു മൻ കാന യഹുജ്ജു മിൻ അസ്ലാബിൽ ആബായി വഅർഹാമിൽ ഉമ്മഹാത്ത്, പിതാക്കളുടെ പുഷ്ടങ്ങളിലുള്ള അതുപോലെ തന്നെ മാതാക്കളുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലുള്ള ഏതെല്ലാം കുട്ടികളുണ്ടോ ആ കുട്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അവരുടെ കാതുകളിലെല്ലാം ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലുള്ള കുട്ടിയെ പോലും ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വിളി അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുത്തു. ആ കുട്ടികൾ വിളിച്ചു പറഞ്ഞു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ആരാണ് ഈ പറയുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ആരാണ് പറയുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞപ്പോൾ, റബ്ബിന്റെ തീരുമാനപ്രകാരം വിളിച്ചു പറഞ്ഞപ്പോൾ പിതാക്കളുടെ പൃഷ്ഠങ്ങളിലുള്ള മക്കളാണ് വിളിച്ചു പറയുന്നത്, മാതാക്കളുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലുള്ള മക്കളാണ് വിളിച്ചു പറയുന്നത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന ആ മറുപടി ഓരോ ആളുകളും ആർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ അവര് മുഴുവൻ അത് വിളിച്ചു പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഅവ്വലു മൻ അജാബഹു അഹ്ലു യമൻ, ആദ്യം ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന മറുപടി കൊടുത്തത് യമൻകാരായിരുന്നു. ഫഹും അക്സറുൻ നാസി ഹജ്ജ, ആ യമനികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കഅബയുടെ സമീപത്ത് വന്നിട്ട് അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഹജ്ജ് ചെയ്യുന്നത് എന്ന് ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിളിയാണ് ഈ കഅബയുടെ മുറ്റത്ത് വന്ന്
ഹജ്ജ് ചെയ്യുക എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ വഴിക്കുത്തരം നൽകിയവരാണ് നമ്മളിൽ പലരും. ആരൊക്കെ ആ വഴിക്കുത്തരം നൽകിയിട്ടുണ്ട്, ആരുടെ മേലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. നമുക്കൊരു ആഗ്രഹം ഉണ്ടാകണം, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകണം, അതിനു വേണ്ടിയുള്ള ഒരു ഒരുങ്ങൽ നമുക്കുണ്ടാകണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടാകണം. എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ ഒരുപാട് ആയിരങ്ങളും ലക്ഷങ്ങളും അതുപോലെ തന്നെ കോടികളും നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ചെലവഴിക്കുമ്പോൾ, ദുനിയവിയായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം വന്നിട്ടുണ്ടോ? ആ ബൈത്തുൽ അതീഖിലേക്ക് പോയിട്ട്, ആ ബൈത്തുള്ളയിലേക്ക് പോയിട്ട്, കഅബയുടെ സമീപത്ത് പോയിട്ട് തവാഫ് ചെയ്ത് സഈ ചെയ്ത് മിനയിൽ പോയി, അറഫയിൽ പോയി, മുസ്ദലിഫയിൽ പോയി ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം എന്ന മനസ്സ് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ആ ഒരു കരുതൽ എപ്പോഴും ഉണ്ടാകണം. ആഗ്രഹം മനസ്സിന്റെ അന്തരാളങ്ങളിൽ ഉണ്ടാകണം. അതോടൊപ്പം പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ഇന്ന് മുതലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, നമ്മൾ ഒരുങ്ങിയാൽ, ആ ഒരുങ്ങലിന് അനുസരിച്ചുള്ള സൗകര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരും. നമ്മുടെ മേൽ നമസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയതുപോലെ, നമ്മുടെ മേൽ നോമ്പിനെയും സകാത്തിനെയും ഒക്കെ അല്ലാഹു നിർബന്ധമാക്കിയതുപോലെ, ജീവിതത്തിൽ സമ്പത്തും ആരോഗ്യവും ഒത്തിണങ്ങി വന്നാൽ ഒരിക്കൽ ഒരു പ്രാവശ്യം നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന ബോധം നമുക്കെല്ലാം ഉണ്ടാകണം. ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്നവൻ, പൂർണ്ണമായ ശരിയായ രൂപത്തിൽ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്നവൻ ഉമ്മ പ്രസവിച്ച മകനെ പോലെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കണ്ടേ പ്രിയമുള്ളവരെ, നമുക്കെല്ലാം മരിക്കണ്ടേ. നമുക്കെല്ലാം ഇന്ന് ഈ ഉള്ള നമ്മൾ അസറിനുണ്ടാകുമോ, മഗ്രിബിനുണ്ടാകുമോ, ഇശാഇനുണ്ടാകുമോ, നാളത്തെ സൂര്യോദയം കാണാൻ, നാളത്തെ സുബഹിന്റെ ബാങ്ക് കേൾക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ ഉറപ്പുള്ള ഒരാളും ഈ ഭവനത്തിൽ ഇരിക്കുന്നില്ല. ഒരു ഗ്യാരണ്ടിയും നമുക്കില്ല. ഏത് സമയത്ത് മരിച്ചാലും പാപക്കറകളെല്ലാം മായ്ക്കപ്പെട്ട് തൗഹീദുള്ളവനായി അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയിട്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. 27ാമത്തെ ആയത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅസിം ഫിന്നാസി ബിൽ ഹജ്ജ്, നീ വിളിക്ക് ഇബ്രാഹിം, യഅതൂക റിജാലൻ, ചിലപ്പോൾ കാൽനടയായിട്ട് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അവർ വരും. വഅലാ കുല്ലി വാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, നീ എത്ര ദൂരെയുള്ളവരാണ് എങ്കിലും, ക്ഷീണിതരായ കഴുതപ്പുറത്ത് കയറിയിട്ടാണ് എങ്കിലും, എങ്ങനെയെങ്കിലും വിശ്വാസി സമൂഹം ഇവിടെ എത്തിപ്പെടും. അതുകൊണ്ട് നീ വിളിക്കുക എന്ന് പറയുന്ന ആ വിളംബരം അറിയിക്കുന്ന ആയത്താണ് സൂറത്ത് ഹജ്ജിലെ 27ാമത്തെ ആയത്ത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ആ പുണ്യമണ്ണ് അവിടെ പോകാനും ഇബാദത്ത് ചെയ്യാനും അല്ലാഹു പ്രാർത്ഥനകൾ ഏറെ സ്വീകരിക്കുന്ന ആ സ്ഥലത്ത് പോയി അല്ലാഹുമായി ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപക്കറകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. റഹ്മാനായ റബ്ബേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനേ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.